ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 735 വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടു. അതുകൊണ്ട് തന്നെ എല്ലാവരും അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതിയൊക്കെ മാറ്റിയിട്ടുണ്ടാവും, നല്ല അക്ഷരസ്ഫുടതയൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കട്ടെ. പൊതുവെ മഹാപ്രാണൻ അല്ലെങ്കിൽ ഘോഷശബ്ദങ്ങൾ ഭ, ഘ, ധ, ഢ ഇതങ്ങനെ തൊണ്ടയിൽ പെട്ടെന്നൊന്നും വഴങ്ങിക്കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എത്രമാത്രം മന്ത്രത്തിൽ അർത്ഥവ്യത്യാസം വരും എന്നുള്ളത് നമ്മൾ ഒരുപാട് നാമമന്ത്രങ്ങളിൽ കൂടി കണ്ടതാണ്. ഏതക്ഷരമാണോ തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ടത് അല്ലെങ്കിൽ മഹാപ്രാണനായിട്ട് ഉച്ചരിക്കേണ്ടത് അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഏതക്ഷരമാണോ അല്പപ്രാണനായിട്ട് ഉച്ചരിക്കേണ്ടത് തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ടത് അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അങ്ങനെ ഉച്ചരിച്ചില്ലെങ്കിൽ മന്ത്രാർത്ഥം പൂർണ്ണമായി മാറും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭ, ഘ, ധ, ഢ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കാനായിട്ട് ഒരു ചെറിയൊരു ടിപ്സാണ് ഇതിൽ കൂടി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഭ, ഭാസ്കരൻ, ഭീമൻ, ഭൂമി എന്നൊക്കെ എഴുതുന്ന ഭ, അത് ഉച്ചരിക്കാനായിട്ട് ബാലൻ, ബലൂൺ എന്നൊക്കെ എഴുതുന്ന ബ അതിൻ്റെ കൂടെ ഹ ചേർക്കുക. അപ്പോൾ ബഹ, ബഹ, ബഹ എന്ന് ആദ്യം ഒരു 5 തവണ പറയുക. അതിനുശേഷം ബായുടെയും ഹായുടെയും ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ചുകൊണ്ട് ബഹ, ബഹ, ബഹ എന്ന് ചൊല്ലുക. അതിനുശേഷം ബായും ഹായും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഭ എന്ന് ചൊല്ലുക. അപ്പോൾ നേരത്തെ നമ്മൾക്ക് വേണ്ട ആ ഭൂമി, ഭാസ്കരൻ, ഭീമൻ എന്നൊക്കെ ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആ ഭ എന്നുള്ള അക്ഷരം മഹാപ്രാണൻ തൊണ്ടയിൽ വഴങ്ങും. അതുപോലെ തന്നെയാണ് ഘ, ഘടികാരം, ഘനം, പിന്നെ ഘടം എന്നൊക്കെ ഉച്ചരിക്കുന്ന ഘ, അതിന് ഗാനം, ഗീതം എന്നൊക്കെ എഴുതുന്ന ഗ അതിൻ്റെ കൂടെ ഹ ചേർക്കുക. ഗഹ, ഗഹ, പിന്നെ ഗഹ, ഗഹ, ഗഹ എന്ന് ചേർത്തുകൊണ്ട് അവസാനം ഗായും ഹായും ഒരുമിച്ചാക്കിക്കൊണ്ട് ഘ, ഘ, ഘ എന്ന് ചൊല്ലി നോക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ശരിയാവും. അതുപോലെ തന്നെയാണ് ധ, ധാന്യം, ധനം എന്ന ധൂപം എന്നൊക്കെ ഉച്ചരിക്കുന്ന ധ, അതും ഇതേപോലെ ശരിയാക്കാനായിട്ട് ദാനം, ദീനം എന്നൊക്കെ ഉച്ചരിക്കുന്ന ദ അതിൻ്റെ കൂടെ ഹ ചേർക്കുക. ദഹ, ദഹ എന്ന് 5 തവണ ചൊല്ലുക. അതിനുശേഷം ദഹ, ദഹ, ദഹ പിന്നീട് രണ്ടും കൂടി ഒരുമിച്ചിട്ടാക്കിയിട്ട് ധ, ധ ഹായും ദായും ഒരുമിച്ചാക്കിയിട്ട് ധ, ധ എന്ന് ചൊല്ലി നോക്കുക. അതുപോലെ തന്നെയാണ് ഢ, ആരൂഢം എന്നെഴുതുന്ന ഢ, അത് കിട്ടാനായിട്ട് ഡമരു, ഡാകിനി, ഡപ്പി എന്നൊക്കെ എഴുതുന്ന ഡ അതിൻ്റെ കൂടെ ഹ ചേർക്കുക. എന്നിട്ട് ഡഹ, ഡഹ, ഡഹ പിന്നെ ഢ, ഢ പിന്നെ രണ്ടും കൂടി ഡായും ഹായും ചേർത്തുകൊണ്ട് ഢ, ഢ, ഢ ഇതിങ്ങനെ ചൊല്ലുമ്പോൾ നമ്മുടെ മണിപൂരക ചക്രത്തിൻ്റെ അവിടുന്നാണ് ശരിക്കും പ്രഷർ കൊടുത്തിട്ടാണ് ഈ മഹാപ്രാണനായിട്ടുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. വെറുതെ തൊണ്ട കൊണ്ട് മാത്രം ഉച്ചരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല. അവിടെ അങ്ങനെ അമരണം. ആ മണിപൂരക ചക്രം, അതായത് നാഭിക്ക് മുകളിലുള്ള മണിപൂരക ചക്രം, അത് ആ ഭാഗത്ത് നിന്ന് ശ്വാസം ശക്തിയായിട്ട് പുറത്തേക്ക് വിടുമ്പോഴാണ് ഇത്തരം അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കാൻ സാധിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 736 മുതൽ 740 വരെയുള്ള നാമമന്ത്രങ്ങളാണ്. 736 മുക്തിദ, ഒന്നുകൂടി മുക്തിദ, ഒന്നുകൂടി മുക്തിദ. ഇവിടെ മുക്തി എന്ന് തന്നെ ഉച്ചരിക്കുക. മലയാളത്തിൽ പൊതുവെ മുക്തി എന്നൊന്നും നമ്മൾ പറയാറില്ല. പക്ഷെ മലയാളത്തിൽ മുക്തി, മുക്തി ഇപ്പോൾ ഞാൻ ഉച്ചരിച്ചത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. വെറും മുത്തി, മുത്തി എന്നാണ് പുറത്തേക്ക് കേൾക്കുന്നത്. പക്ഷെ ഇത് മന്ത്രങ്ങളായതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് വരണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മുക്തിദ എന്ന്. ആ ദ എന്നുള്ളത് അല്പപ്രാണനാണ്, തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കണം.
അതല്ലാതെ മുക്തിധ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അർത്ഥം പൂർണ്ണമായി മാറി. ഇവിടെ മുക്തി എന്നാൽ മോക്ഷം ദാനം ചെയ്യുന്നവളാണ് അമ്മ. അപ്പൊ മുക്തിധ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ മോക്ഷം ധരിക്കുന്നവൾ എന്ന അർത്ഥത്തിലേക്ക് ഈ മന്ത്രം മാറും. അപ്പൊ അതുകൊണ്ട് മുക്തിദ ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്ന ഭക്തന് മോക്ഷം ദാനം നൽകുന്നവളാണ് അമ്മ എന്നാണ് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ സൂചിപ്പിക്കുന്നത്. 737 മുക്തിരൂപിണി. ഒന്നുകൂടി മുക്തിരൂപിണി. അവിടെ മുക്തി നേരത്തെ നമ്മൾ കണ്ടതാണ്. പിന്നെ രൂപിണിയാണ്. ആ രൂപിണി എന്നാക്കരുത്, മുക്തിരൂപിണി എന്നാണ്. ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം. അപ്പോൾ മോക്ഷം രൂപമായുള്ളവൾ എന്നാണ് മുക്തി രൂപിണി എന്ന അർത്ഥം എന്ന നാമമന്ത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 738 ലാസ്യപ്രിയ. ഒന്നുകൂടി ലാസ്യപ്രിയ. ഇവിടെ ലാസ്യം എന്നത് നൃത്തത്തിൻ്റെ ഒരു വിഭാഗമാണ്. നൃത്തത്തിന് പൊതുവെ 2 വിഭാഗമുണ്ട്, താണ്ഡവം എന്നും ലാസ്യമെന്നും. അപ്പോൾ വേഗത്തിലും ശക്തിയായുമുള്ള അംഗചലനങ്ങളോട് കൂടിയുള്ള നൃത്തമാണ് താണ്ഡവം. ലാസ്യം എന്നത് വളരെ ലളിതവും മന്ദവും സ്ത്രൈണവുമായ ചലനങ്ങളോട് കൂടിയതാണ്. പക്ഷെ ഇവിടെ ലാസ്യം എന്ന പദത്തിന് താണ്ഡവം എന്നുള്ളൊരു അർത്ഥം കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനു മുൻപ് നടേശ്വരി എന്ന നാമമന്ത്രത്തിൽ നടേശ്വരന്റെ പത്നിയാണ് നടേശ്വരി. നടേശ്വരൻ എന്നാൽ സാക്ഷാൽ താണ്ഡവം ചെയ്യുന്ന നടേശ്വരൻ, നടരാജനാണ്. അപ്പോൾ നടേശ്വരി എന്ന് പറയുമ്പോൾ അമ്മയും താണ്ഡവം ചെയ്യുന്നവളാണ് എന്നാണ് അതിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്യപ്രിയ എന്നുള്ളതിന് താണ്ഡവവും അതുപോലെ തന്നെ ലാസ്യവും ഇഷ്ടപ്പെടുന്നവളാണ് അമ്മ എന്നുള്ളതാണ് ഇതിൽ കൂടി മനസ്സിലാക്കേണ്ടത്. 739 ലയകരി. ഒന്നുകൂടി ലയകരി. ഇവിടെ ലയകരി എന്ന് മുറിച്ച് ചൊല്ലരുത്. അപ്പൊ കരി എന്നാൽ അർത്ഥം ആന എന്നാണ്. അതുപോലെ തന്നെ ലയഗരി ആക്കരുത്, ലയകരി എന്നാണ്. ലയത്തെ ചെയ്യുന്നവൾ, അതാണ് ലയകരി. ലയം എന്നുള്ളത് ധ്യാനാവസ്ഥകളിലെ ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തനരഹിതമാകുകയും മനസ്സും ഈശ്വര ചൈതന്യവും ഐക്യം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ പ്രാപിക്കാൻ ഏറെ വിഷമമായ ഒരവസ്ഥയാണ് ലയം എന്നുള്ള അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥ ദേവീകാരുണ്യം കൊണ്ട് ഉപാസകന് പെട്ടെന്ന് തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് ലയകരി എന്ന നാമമന്ത്രത്തിലൂടെ വാഗ്ദേവതമാർ സൂചിപ്പിക്കുന്നത്. 740 ലജ്ജ. ഒന്നുകൂടി ലജ്ജ. ഇവിടെ 2 ജകാരങ്ങളാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം, അതല്ലാതെ ലജ എന്ന് ഉച്ചരിച്ചുകൊണ്ടായില്ല. അപ്പൊ നമ്മുടെ മുകളിലെയും താഴത്തെയും അണപ്പല്ലുകളൊക്കെ അവർ കട്ടിച്ചു പിടിച്ചുകൊണ്ടാണ് ലജ്ജ എന്ന് ഉച്ചരിക്കേണ്ടത്. അപ്പോ ജീവികളിൽ ലജ്ജാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം. അപ്പൊ ലജ്ജ എന്നുള്ളത് കാമവികാരം, ആത്മനിന്ദ തുടങ്ങിയവ കൊണ്ട് മനസ്സിനും തുടർന്ന് ശരീരത്തിനും ഉണ്ടാകുന്ന സങ്കോചമാണ്. അപ്പോൾ ഒരു ഉപാസകന് വേണ്ടത് ഭക്തി, വിനയം, ആത്മസംയമനം, ധാർമ്മികമായ ജീവിതം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന സങ്കോചം, ആ ലജ്ജ എന്നുള്ളത് വന്നാൽ മാത്രമേ ഇപ്പറഞ്ഞ പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഒരു ഉപാസകൻ ചെയ്യാതിരിക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലജ്ജാരൂപത്തിൽ ആ ഉപാസകനിൽ സ്ഥിതി ചെയ്ത് പിന്നീട് വരുന്ന പാപകർമ്മങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നു ആ മഹാദേവി. അപ്പോൾ ലജ്ജാരൂപിണിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.